ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു അപ്കമിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരു ദിവസം പൊങ്കലിന് ഇവരെല്ലാവരും കൂടി നാട്ടിൽ പോയ സമയത്ത് സുധിയെക്കുറിച്ചുള്ള ആ ഇമോഷണലായിട്ട് സച്ചിയെ രഹസ്യം പറയാനായിട്ട് ഇങ്ങനെ പോകുമ്പോഴേക്കും രവിയാണെങ്കിൽ ഇങ്ങനെ ഒരു അസ്വസ്ഥതകളൊക്കെ ഇങ്ങനെ ചുമച്ച് കാണിച്ചിട്ട് പറയല്ലെന്നിങ്ങനെ ആംഗ്യമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം ഇങ്ങനെ പറയാതിരിക്കുമ്പോഴേക്കും നമ്മുടെ രേവതി പലതവണയായിട്ട് സച്ചിയോട് ചോദിക്കുന്നുണ്ടെങ്കിലും സച്ചി ആ രഹസ്യമൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. എന്നാൽ ഇപ്പോൾ ചന്ദ്രമതി എന്തുകൊണ്ടാണ് സച്ചി ഇത്രയധികം വെറുക്കുന്നതെന്നുള്ള കാരണമാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. ഒരു ദിവസം സുധിയും സച്ചിയും കൂടി വഴക്കുണ്ടാക്കുന്ന സമയത്ത് സുധി പറയുന്നത് കേട്ടിട്ടാണ് ചെറുപ്പത്തിൽ സച്ചി ജയിലിൽ ഉണ്ടെന്നൊക്കെയുള്ള കാര്യം രേവതി അറിയുന്നത് കേട്ടോ. അങ്ങനെ സച്ചിയോടായിട്ട് പലതവണ രേവതി ചോദിക്കുന്നുണ്ട്, എന്താണ് സച്ചിയേട്ടാ, എന്നിൽ നിന്ന് സച്ചിയേട്ടൻ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടല്ലോ, ജയിലിൽ പോയ കാര്യത്തെക്കുറിച്ചൊന്നും അവരെന്താ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല രേവതി അതൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് നാളായിട്ട് സച്ചിയേട്ടൻ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. ഇനിയും എന്നിൽ നിന്ന് മറയ്ക്കരുത്, ദയവ് ചെയ്ത് സച്ചിയേട്ടൻ പറയണം. ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മറക്കണം എന്ന് വിചാരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അവൻ എന്നെ കൊണ്ട് ഓർമ്മിപ്പിക്കുന്നത് അത് എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടോ രേവതി എന്നിങ്ങനെ സച്ചി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ആ നോവ് എന്താണെന്നുള്ള കാര്യം സച്ചിയേട്ടൻ എൻ്റെ അടുത്തെങ്കിലും ഒന്ന് തുറന്നു പറയണമെന്നിങ്ങനെ പറയുകയാണ്. ഈ കാര്യത്തെക്കുറിച്ച് നിൻ്റെ അടുത്ത് ഞാൻ പറയാം, പക്ഷെ ഒരു കാരണവശാലും നീയും ഞാനും അല്ലാതെ മറ്റാരും ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ല. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, ഒരിക്കലും ഇല്ല സച്ചിയേട്ടൻ പറയുന്ന കാര്യം ഞാൻ ഒരിക്കലും ആരോടും പറയില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ സച്ചി തുറന്നു പറയുകയാണ്. സുധിയും സച്ചിയും ഇവരെ കൂടാതെ ഒരു അനിയനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ശ്രീകാന്ത് അല്ലാതെ നമ്മുടെ സച്ചിക്ക് ഒരു അനിയനും കൂടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ശ്രീകാന്ത് വരുന്നത്. അങ്ങനെ ഇവർ 4 പേരും അച്ഛനും അമ്മയും കൂടി ചേർന്നിട്ട് ഒരു ദിവസം നമ്മുടെ അച്ഛമ്മയുടെ നാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ പോയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുറത്തു പോയി കളിക്കുക എന്ന് പറഞ്ഞിട്ട് സുധിയാണ് ഒരു ദിവസം സച്ചിയെയും അതുപോലെ മരിച്ചുപോയ ഒരു കുട്ടിയുണ്ടല്ലോ ആ കുട്ടിയെയും കൂട്ടിയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോവുകയാണ്. എന്നാൽ ആ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് കൂടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. 3 പേരും കൂടി ചേർന്നിട്ട് കിണറ്റിലേക്ക് കല്ലൊക്കെ ഇങ്ങനെ ഇട്ട് കളിക്കുകയായിരുന്നു. സുധിയാണെങ്കിൽ കല്ലിങ്ങനെ ഇടുന്നുണ്ടെങ്കിലും അത് നല്ല കറക്റ്റായിട്ടൊന്നും അല്ല പോയിരുന്നത്. ആ സമയത്ത് സച്ചിയും അതുപോലെ തന്നെ ഒരു കുഞ്ഞനിയനുണ്ടായിരുന്നില്ല ആ കുട്ടിയും കൂടി ചേർന്നിട്ട് സുധിയെ ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. അങ്ങനെ ഇവർ കളിയാക്കുന്ന കാണുമ്പോഴേക്കും നമ്മുടെ സുധിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. സുധി അപ്പോഴേക്ക് ആ അനിയനുണ്ടല്ലോ മരിച്ചുപോയ അവനെ പിടിച്ചിട്ട് കിണറ്റിലേക്ക് തള്ളിയിടുകയാണ്. കിണറ്റിലേക്ക് അവൻ വീഴുന്ന കാണുമ്പോഴേക്കും സച്ചിയും പുറകെ ഓടി കിണറ്റിലേക്ക് എടുത്ത് ചാടുന്നുണ്ട് എന്നാൽ അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ സമയത്ത് നമ്മുടെ സുധി ഓടിപ്പോയിട്ട് എല്ലാവരോടുമായിട്ട് ചെന്ന് പറയുന്നുണ്ട് സച്ചി ഇവനെ കിണറ്റിലേക്ക് തള്ളിയിട്ടു എന്ന്. അപ്പോഴേക്കും സുധി ചെയ്ത ആ കുറ്റം നമ്മുടെ സച്ചിയുടെ തലയിൽ ഇടുകയാണ്. ഞാൻ ശരിക്കും അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു രേവതി ചാടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നെ കൊണ്ട് രക്ഷിക്കാൻ വേണ്ടി പറ്റിയില്ല. ആ പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും കൂടി ചേർന്ന് ഓടി വന്നിട്ട് ഞാൻ അവനെ കൊന്നല്ലോ, ഞാൻ കൊലയാളിയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ മേൽ ആ കുറ്റം ചുമത്തുകയായിരുന്നു. അങ്ങനെ സച്ചിയെ ജുവനൈൽ ഹോമിൽ കൊണ്ടുപോയി അടയ്ക്കുകയാണ് കേട്ടോ. ഈ വിഷയങ്ങളെല്ലാം രവിക്ക് അറിയാം. പക്ഷെ അച്ഛനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ വിഷയം ഒരിക്കലും ആരും അറിയരുതെന്ന്. ചന്ദ്രയ്ക്ക് സുധിയോട് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും നടന്ന കാര്യങ്ങൾ നടന്നു, അതങ്ങനെ തന്നെ പോകട്ടെ. ഒരിക്കലും ഈ സത്യം ആരും അറിയാൻ പാടില്ല എന്നുള്ള കാര്യം അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ജുവനൈൽ ഹോമിൽ നിന്ന് ഞാൻ പഠിച്ചു പുറത്തേക്ക് വരുന്ന സമയത്ത് അമ്മ എന്നെ ഒരിക്കലും അംഗീകരിച്ചില്ല. അച്ഛൻ മാത്രമായിരുന്നു ആ സമയത്ത് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അവരെന്നെ അച്ഛമ്മയുടെ അടുത്ത് കൊണ്ടുപോയി ആക്കുകയാണ് ചെയ്തത്. അമ്മയുടെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇതുവരെ അത് എനിക്ക് കിട്ടിയിട്ടില്ല. അമ്മ ഒരിക്കലും എന്നെ അംഗീകരിച്ചിട്ടും ഇല്ല. അമ്മയുടെ സ്നേഹം ഇതുവരെ എനിക്ക് കിട്ടിയില്ലെന്ന് തന്നെയല്ല, അമ്മയുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ഏങ്ങിയിട്ടുണ്ട്. എല്ലാ തെറ്റും ചെയ്തിരുന്ന സുധി അവനെയാണ് അമ്മ സ്നേഹിക്കുന്നത്.
എൻ്റെ അവസാനം വരെ അമ്മയുടെ സ്നേഹം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ടിങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയാണ് കേട്ടോ സച്ചി. അമ്മ എന്ന വാക്കിൻ്റെ അർത്ഥം പോലും അറിയാത്ത രീതിയിലാണ് ഞാനിങ്ങനെ ജീവിച്ചു പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചിയുടെ വിഷമമൊക്കെ കാണുന്ന സമയത്ത് ഈ കഥയൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ വിഷമിക്കരുത്, ഒരിക്കലും കരയാനും പാടില്ല. സച്ചിയേട്ടൻ്റെ ദേഷ്യമൊക്കെ കാണുമ്പോൾ സച്ചിയേട്ടൻ മോശക്കാരനാണെന്നുള്ള കാര്യമാണ് എല്ലാവരും വിചാരിക്കുക. പക്ഷെ സച്ചിയേട്ടൻ്റെ മനസ്സിലെ എല്ലാ തെറ്റുകളും ഏറ്റെടുത്ത് മറ്റുള്ള ആൾക്കാർ നന്നായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? ഇത്രയും നല്ലൊരു മനസ്സ് മറ്റാർക്കും കിട്ടില്ല. എല്ലാ തെറ്റും ഞാൻ ഏറ്റെടുത്തു, പക്ഷേ ഒരിക്കലും എൻ്റെ അമ്മ എന്നെ സ്വീകരിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ സച്ചി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരിക്കും കേട്ടോ. സച്ചി അച്ഛൻ എന്തായാലും സത്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് സച്ചിയേട്ടനെ അമ്മ മനസ്സിലാക്കിയില്ലായിരുന്നു. അച്ഛനാണ് എൻ്റെ അടുത്ത് ഈ സത്യം പറഞ്ഞത്, ആരും അറിയരുതെന്നുള്ള കാര്യം എന്നെക്കൊണ്ട് സത്യം ഇടിപ്പിച്ചിട്ടുണ്ട്. ഈ സത്യം പുറത്തു വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്കും അത് ഭയങ്കര വിഷമമാകും. അമ്മയുടെ സമാധാനം പോകുമെന്നൊക്കെ അച്ഛൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആരുടെ അടുത്തും ഇതുവരെ പുറത്തു പറയാണ്ടിരുന്നത്. തെറ്റുകളെല്ലാം സ്വയം ഏറ്റെടുത്തിട്ട് ഇത്രയും വലിയ മനസ്സുള്ള സച്ചിയേട്ടനെ കുറിച്ചാണ് എല്ലാവരും അഭിമാനത്തോടു കൂടി പറയേണ്ടത്. പക്ഷേ തെറ്റെല്ലാം ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഏട്ടനാണല്ലോ. നിങ്ങളുടെ അമ്മ നിങ്ങളുടെ ഏട്ടനെ തലയിലേറ്റ് നടക്കുന്നതും സത്യത്തോടും നീതിയോടും കൂടി ജീവിക്കുന്ന ആൾക്ക് എപ്പോഴും നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. സച്ചിയേട്ടൻ ഒരു ദിവസം നല്ലത് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് ഇങ്ങനെ രേവതി പറഞ്ഞ് സച്ചിയെ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. എന്നിട്ടിങ്ങനെ രേവതി സച്ചിയോടായിട്ട് പറയുന്നുണ്ട്, എന്തായാലും സച്ചിയേട്ടൻ വിഷമിക്കാതിരിക്കും. ഒരു ദിവസം അമ്മ സച്ചിയേട്ടനെ കുറിച്ച് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കും. അന്നാണ് സച്ചിയേട്ടൻ്റെ മഹത്വം ഇവിടെ ഉള്ളവരെല്ലാം തിരിച്ചറിയുന്നത്. ഇത്രയും നന്മ ചെയ്ത സച്ചിയേട്ടന് ഒരിക്കലും ഒരു ദോഷവും ദൈവം വരുത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ രേവതി. അപ്പോഴേക്കും സച്ചി ഇങ്ങനെ സങ്കടം സഹിക്കാൻ വയ്യാതെ പൊട്ടിക്കരയാണ്. സച്ചി എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ എൻ്റെ പൊന്നു മോനെ എന്ന് വിളിച്ച് എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദിവസത്തിനായിട്ടാണ് രേവതി ഞാൻ കാത്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ എനിക്ക് അതെന്തോ സ്വപ്നം പോലെ ആയിത്തീരും എന്നുള്ള ഒരു തോന്നലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് കേൾക്കുന്ന സമയത്ത് ഒരു ദിവസം അങ്ങനെ തന്നെ സംഭവിക്കും സച്ചിയേട്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സച്ചിയെ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് രേവതി.